ഹലോ! ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇനി സ്കൂൾ തുറക്കാനായിട്ട് കുറച്ച് ദിവസമല്ലേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത കുറച്ച് പെൻസിലുകളൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും, പെയിൻ്റൊക്കെ പോയത്. അപ്പോൾ അത് കളയണ്ട, നമുക്കത് റീയൂസ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പീസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബുക്കിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്തതാണ് കേട്ടോ, ഡിസൈനുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈസിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ പെയിൻറ്റ് ചെയ്തും ഇതുപോലെ എടുക്കാം. അല്ലെങ്കിൽ വാഷിംഗ് ടേപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളും അതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇത് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം പെൻസിൽ ഷാർപ്പ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പേപ്പർ നമുക്ക് സെലോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒട്ടിച്ചെടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഒട്ടിച്ച് പെൻസിലിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റിയിട്ടാണ്, ഒരുപാട് പെൻസിലുകൾ ഉണ്ടാവുമല്ലോ പെയിൻറ്റ് പോയതും അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലും കിടക്കുന്ന പെൻസിലുകൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പെൻസിലിൻ്റെ അറ്റത്ത് ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് ഇത് ഇച്ചിരിയും ഭംഗിയാക്കാനായിട്ട് പെൻസിലിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇതിലൊരു പടം, ക്യൂട്ടായിട്ടുള്ള പടം ഉണ്ടെങ്കിൽ നമുക്ക് വരച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ബുക്കുകളിൽ നിന്ന്, ഞാനിപ്പോൾ ഒരു ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ല വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഭാവനയനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഫൈനലായിട്ട് ഈ പടോടി ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻസിലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ തന്നെ വേറെയും 2 പെൻസിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൊള്ളില്ലാത്ത പെൻസിലുകൾ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്